ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പൈപ്പ് കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ വലിയൊരു ടാങ്ക് വെക്കാൻ പോവുകയാണ്. 2000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് നമ്മളെ വീട്ടിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വീട്ടിൻ്റെ മുകളിലല്ല വെക്കണം, താഴെയാണ് വെക്കുന്നത്. താഴെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ടാങ്ക് ഗൈസ്. ഇത് ഏകദേശം 2000 ലിറ്റർ വരെ ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ്ട് 2000 ലിറ്ററാണ്. ഇതിൻ്റെ അകം കാണാൻ പറ്റും. അത്യാവശ്യം വേറെ ഒന്നുമില്ല, ഒരു വെള്ള കളറിൽ തന്നെ ഇരിക്കും. ഏകദേശം ഇതിന് എൻ്റെ അത്രയൊക്കെ ഒരു ഹൈറ്റ് വരും. ഇതാണ് ടാങ്ക് മൂടാനുള്ള അടപ്പ്. വീതി ഏകദേശം ഒരു 137-133 വരുന്നുണ്ട്. ഇത് പിന്നെ ബാക്കി ഈ പൈപ്പ് എല്ലാം കണക്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതിൽ ടാപ്പുകളുണ്ട്, അതുപോലെ ജോയിൻറ്റുകളുണ്ട്, പൈപ്പ് ഒട്ടിക്കാനുള്ള സോൾവെൻ്റ് ഉണ്ട്, പിന്നെ ഫ്ലോട്ട് വാൽവും ഉണ്ട്. പഴയ ടാങ്കിലെ വെള്ളം അത്രയും കലക്കി കളയാണ് ഇപ്പം. പഴയ ടാങ്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കണക്ഷൻ കൊടുക്കുകയാണ്. ഈ കാണുന്ന പൈപ്പിൻ്റെ ഇവിടെ നിന്നാണ് 2 കണക്ഷനായിട്ട് തിരിഞ്ഞിട്ട് ഒന്ന് ഇതിലേക്കൂടെ പോകും, അത് ഇതിൽ കൂടെ പോയി നേരെ വന്ന് ഇതുവഴി പോയി ഈ ടാങ്കിൽ കൊടുക്കും. മുകളിലത്തെ ടാങ്കിലെ പഴയ പൈപ്പ് മാറ്റി. മുമ്പത്തെ കണക്ഷൻ കട്ട് ചെയ്യണം. ഇവിടെയാണ് അതിൻ്റെ ഒരു ജോയിൻറ്റ് വരുന്നത്. അതേസമയം ഇവിടുത്തെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പൈപ്പെല്ലാം എത്തി. ഇനി ഇവിടെ നമ്മൾ എല്ലാ പൈപ്പും കണക്ട് ചെയ്ത് മെയിൻ സപ്ലൈ കൊടുക്കണം. ഇത് മുകളിലത്തെ ടാങ്കിൽ പമ്പ് ചെയ്യാനായിട്ടുള്ള പൈപ്പാണ്. ഇനി മെയിൻ പൈപ്പിൽ നിന്ന് കണക്ഷൻ എടുത്തു തുടങ്ങുകയാണ്. അതിൽ നിന്ന് നേരെ വേണം കണക്ഷൻ ഇവിടെ ടീ ആയിട്ട് തിരിച്ചിട്ട് ഒന്ന് മുകളിലത്തെ ടാങ്കിലോട്ടും മറ്റേത് പുറത്തെ ടാങ്കിലും കൊടുക്കും. ഈ പമ്പാണ് വെക്കണത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ സപ്ലൈ ഓണാക്കിയിട്ടുണ്ട്. നമ്മളെ വലിയ ടാങ്കിൽ വെള്ളം നിറയാനുണ്ട്. ഇപ്പോൾ പമ്പിൻ്റെ വയർ കൊടുക്കാൻ ഡ്രില്ല് ചെയ്യണം. പമ്പ് ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഏകദേശം 4.5 മിനിറ്റ് കൊണ്ട് ഇത് ഫുള്ളാകും. അപ്പോൾ ഇനി പറഞ്ഞുതരാം കഴിച്ച് എങ്ങനെയാണ് വേണമെന്ന്. ഇതാണ് നമ്മളെ മെയിൻ പൈപ്പ്. ഇതിപ്പോൾ നമ്മൾ ഓണാക്കി വെച്ചേക്കണ വെള്ളം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ വേണം, ഇതിൻ്റെ അടിയിലാണ് ഇപ്പോൾ പൈപ്പ് എല്ലാം മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ വേണം പൈപ്പ് നേരെ നമ്മളെ പഴയ പൈപ്പ്, അതായത് മുകളിലോട്ട് വെള്ളം കൊടുക്കാൻ പറ്റുന്ന പഴയ പൈപ്പിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വേണം പൈപ്പ് ഇവിടെ ഒരു ടീ ഇട്ടിട്ടുണ്ട്. ആ ഒരു ടീ ഇട്ടിട്ട് ഇത് ടാങ്കിൽ നിന്ന് വരണ വെള്ളമാണ്. ഇത് നേരെ ബാത്റൂമിൻ്റെ അകത്തും പിന്നെ ഇവിടെ നിന്ന് ആ ടീ എന്ന് വേണം മറ്റേ പൈപ്പ് നേരെ നമ്മളെ ഈ പച്ച പൈപ്പിൻ്റെ പഴയ ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു പൈപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഒരു ടീ ഇട്ട് മെയിൻ സപ്ലൈ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഈ അരുവി കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇവിടെ നിന്ന് നേരെ ഒരു എല്ലിട്ട് വളച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് വേറൊരു പൈപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ മോട്ടറിൽ നിന്ന് വേണം വെള്ളം മുകളിലത്തെ ടാങ്കിൽ നിറയ്ക്കാനുള്ള പൈപ്പാണ്. ഇനിയിപ്പോൾ ഈ 2 പൈപ്പും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്.
2 പൈപ്പ് ഇതിൽ കൂടെ വരുന്നുണ്ട്. എന്നിട്ട് ഇതെന്ന് പറയണത് നമ്മളെ മെയിൻ ലൈനിൽ നിന്ന് വരണ വെള്ളമാണ്. അത് മെയിൻ ലൈൻ പൈപ്പിലെ വെള്ളവും ബാക്കി ടാങ്കിൽ നിന്ന് വേണ വെള്ളം എല്ലാം ബാക്കി നോർമൽ വീട്ടിൽ എങ്ങനെയാണ് അതേപോലെ യൂസ് ചെയ്യും. എന്നിട്ട് ലൈൻ പൈപ്പിൽ നിന്ന് തന്നെ ഒരു കണക്ഷൻ എടുത്ത് ഈ ടാങ്ക് നിറയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ടാങ്കിൽ നിന്ന് വേണം വെള്ളം നേരെ പമ്പ് വെച്ച് അടിച്ച് നമ്മൾ മുകളിലത്തെ ടാങ്കിലോട്ട് കയറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ പൈപ്പുകളിലും വരണത് മുകളിലത്തെ ടാങ്കിൽ നിന്ന് വേണ വെള്ളമാണ്. ഇതിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈൻ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ലൈൻ പൈപ്പിൽ നിന്ന് നേരെ ടാങ്കുകളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ കാണിച്ച പൈപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓടണം, 2 പൂച്ചുണ്ട്. ലൈൻ പൈപ്പിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് പമ്പടിച്ച് കയറ്റാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഇത്. ഇപ്പോൾ ടാങ്ക് ഫുള്ളാണ്. ഈ പൈപ്പ് വഴിയാണ് നമ്മൾ ലൈൻ പൈപ്പിലെ വെള്ളം ഈ ടാങ്ക് നിറയ്ക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ലൈൻ പൈപ്പ് വരുന്നത്. അവിടെ നിന്ന് ഡയറക്റ്റ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ വീട്ടിലോട്ട് പോകുന്ന പൈപ്പാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വല്ല സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.